ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി അറേബ്യൻ കബ്സ റൈസാണ് കേട്ടോ. ഇത്രയും സിമ്പിളായിട്ടുള്ള റെസിപ്പി വേറെ ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൗട്ടാണ് കേട്ടോ. സാധാരണ നമ്മുടെ ചോറും കറിയും സാമ്പാറൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് എത്ര നേരമല്ലേ, ഇതൊരു അരമണിക്കൂർ പോലും വേണ്ട കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ ഡിന്നറോ ലഞ്ചോ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. അതിനു മുന്നേ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതേ നമ്മൾ ആദ്യം തന്നെ ഇതേ കുക്കറിനകത്താണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. കുക്കറിൻ്റെ വലിപ്പം കണ്ട് പേടിക്കേണ്ട, എൻ്റെ കുക്കറിൻ്റെ വിസിൽ പൊട്ടിപ്പോയി. അപ്പോൾ ഞാൻ വലിയ കുക്കറിനകത്ത് 1/2 കിലോ അരി മാത്രമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ സൺഫ്ലവർ ഓയിലാണ്, അല്ലെങ്കിൽ മണമില്ലാത്ത ഏതെങ്കിലും ഓയിലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് ഹോൾ സ്പൈസസ് പട്ട, ഗ്രാമ്പു, ഏലക്കല്ല ഈ 2 പീസ് ഇട്ട് കൊടുത്തിട്ട് ഒരു 1/2 ടീസ്പൂൺ കുരുമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് 2 വലിയ സവാള ഞാൻ നേർമയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് 1/2 കിലോ അരിക്കാണ് കേട്ടോ പറയണത്. 1/2 കിലോ അരിയും 1/2 കിലോ ചിക്കനാണ്. ആ 2 സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഒരുപാട് ബ്രൗൺ ഒന്നും ആവണ്ട, ഒന്ന് വാടി കിട്ടിയാൽ മതി. അതിനോടൊപ്പം ഇത് 2 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും അരിഞ്ഞിട്ടൊന്നുമില്ല, ജസ്റ്റ് അങ്ങനെ തന്നെ. നമ്മുടെ ഈ കേരള അല്ലെങ്കിൽ ഇന്ത്യൻ ഫുഡ് പോലെ മറ്റു സ്ഥലങ്ങളിൽ എരിവ് വളരെ കുറവായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പച്ചമുളക് കീറാണ്ടിട്ടാലേ എരിവ് ഉണ്ടാവാതിരിക്കുള്ളൂ കേട്ടോ. അത് അവിടെ നിന്ന് വാടുന്ന സമയം കൊണ്ട് 2 വലിയ തക്കാളിയും ഒരു 5-6 നല്ല വലിപ്പത്തിലുള്ള വെളുത്തുള്ളി അല്ലിയും കൂടെ ചേർത്ത് അങ്ങനെ പച്ചക്കറിനെ അരച്ചെടുത്തതാണ് കേട്ടോ. അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്നും നന്നായിട്ടങ്ങ് വഴറ്റി എണ്ണ തെളിഞ്ഞ് അങ്ങനെയൊന്നും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ ഇത് നമ്മുടെ തക്കാളിയും കൂടെ ഒന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ അറേബ്യൻ കബ്സ മസാലയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 1/2 കിലോ ആയിരിക്കും കേട്ടോ. അപ്പോൾ 1.5 ടേബിൾ സ്പൂൺ മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് അതൊന്ന് ചൂടാവുന്ന സമയത്ത് ഇതേ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ പീസുകൾ, ഞാനിവിടെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയതിൻ്റെ ബാക്കി വന്ന ചിക്കൻ പീസുകളാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുഞ്ഞു കുഞ്ഞു പീസുകളാണ്. ഇവിടെ പിന്നെ ചോറിനാണ് ഇമ്പോർട്ടൻസ് കേട്ടോ. പീസ് അത്ര വലിയ താല്പര്യമൊന്നുമില്ല ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുഞ്ഞു കുഞ്ഞു പീസായാലും ഞാൻ അങ്ങനെ തന്നെ ഉണ്ടാക്കിയേ. ചിക്കൻ ഇത്തിരി ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ ചിക്കൻ വേവാനുള്ള വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ചെറിയ പീസായതുകൊണ്ട് തന്നെ ഞാൻ 2 വിസിൽ ഫുൾ ഫ്ലെയിമിൽ തന്നെ 2 വിസിൽ വരുന്നത് വരെയാണ് കേട്ടോ ഇത് വേവിച്ചെടുക്കുന്നത്. പെട്ടെന്ന് തന്നെ വേവിച്ച് അങ്ങ് ഓഫ് ചെയ്യുന്നുണ്ട്. അല്ലാതെ ഒരു വിസിൽ വന്ന് സിമ്മിലിട്ട് അങ്ങനെയൊന്നും ചെയ്യുന്നൊന്നുമില്ല. 2 വിസിൽ ഫുൾ ഫ്ലെയിമിൽ തന്നെ പെട്ടെന്ന് വേവിച്ചെടുത്തു കേട്ടോ. കാരണം കുഞ്ഞു കുഞ്ഞു പീസല്ലേ, ചിക്കൻ വേവാൻ അത്രയും മതിയാവും. അപ്പോൾ ഇതേ 2 വിസിൽ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചിക്കനൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഓഫ് ചെയ്ത് പ്രഷർ പോയിട്ട് തുറന്ന് നോക്കാവേ. അപ്പോൾ ഇതേ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. പെട്ടെന്ന് ഞാൻ തുറന്നെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തുള്ള ചിക്കൻ പീസുകൾ നമുക്കൊന്ന് മാറ്റി എടുത്തിട്ട് ഇതിനകത്ത് തന്നെയാണ് നമ്മൾ ചോറ് വേവിക്കേണ്ടത്, അരി വേവിക്കേണ്ടത്. അപ്പോൾ ചിക്കൻ പീസുകളൊന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അതെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമ്മൾ നേരത്തെ കഴുകി ഊറ്റി വെച്ചിട്ട് ഞാൻ ഒരു 10 മിനിറ്റോളം കുതിർത്ത് വെച്ച അരിയായിരുന്നു കേട്ടോ. നമുക്ക് ഇഷ്ടമുണ്ട് ഇതിനങ്ങനെ കുതിർത്ത് വെക്കണം നിർബന്ധമൊന്നുമില്ല. അപ്പം കുതിർത്ത് വെച്ച ബസ്മതി അരി 1/2 കിലോ അത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തു. പിന്നെ എല്ലാവർക്കും അറിയാം ഈ ഒരു ഡ്രൈ നാരങ്ങ, നമ്മുടെ ഉണക്ക നാരങ്ങ, അത് കടകളിലൊക്കെ ഇപ്പോൾ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. അത് 1 ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 കിലോ അരി ആയതുകൊണ്ട് മാത്രമാണ് കേട്ടോ 1 മാത്രം ഇട്ട് കൊടുത്തത്. അത് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചോറിന് വേണ്ടുന്ന ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തു. ഞാൻ സാധാരണ ബസ്മതി റൈസൊക്കെ ഒറ്റ വിസിലിന് വേവിച്ചെടുക്കുകയാണ് ചെയ്യാറ്. എന്നിട്ട് 2 മിനിറ്റ് ഒന്ന് സിമ്മാക്കിയിടും. എന്നിട്ട് ഇത് ഓഫ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ അതിൻ്റെ പ്രഷറൊക്കെ പോയപ്പോൾ നോക്കൂ, നല്ല അടിപൊളിയായിട്ട് ഒട്ടും കുഴയാതെ നമ്മുടെ ബസ്മതി റൈസൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒറ്റ വിസിൽ വന്ന് 2 മിനിറ്റ് സിമ്മാക്കിയിടും കേട്ടോ. അങ്ങനെയാണ് ഞാൻ എപ്പോഴും വേവിക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് സെർവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ സെർവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മാറ്റി വെച്ച ചിക്കൻ പീസുകൾ വെറുതെ തവയിലിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തു. കാരണം കുട്ടികൾക്ക് ഇങ്ങനെ കാണുന്നതാണ് കേട്ടോ ഇഷ്ടം. സാധാരണ ആ വേവിച്ച ചിക്കൻ പീസുകൾ അങ്ങനെ ചോറിന് പുറത്ത് വിളമ്പാറാണ് പതിവ്. പക്ഷേ ഇതിങ്ങനെ കാണുമ്പോൾ ഒരു ഭംഗിയല്ലേ. അപ്പോൾ എന്തായാലും ഞാൻ ഇങ്ങനെയാണ് സെർവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കബ്സ റൈസ് റെഡി ആയിട്ടുണ്ട്. അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പി. ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ.